Good morning, dear students. Welcome back to our online English class. In the last section, we had discussed about the chapter, The 100 Dresses 1. In this section, we are going to discuss about the 100 Dresses Part 2. In the last section, നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? ലാസ്റ്റ് സെക്ഷൻ നമ്മൾ നിർത്തിയതെന്ന് പറയുന്നത് തൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, വാൻഡയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി താൻ വരച്ച 100 ഡ്രസ്സസ് അതിൻ്റെ പിക്ചർ കണ്ട് ആ പിക്ചറിൻ്റെ ആ ഒരു ഡെപ്തിനെ, ആ ഒരു ബ്യൂട്ടീനെ കണ്ട് അവർ അഡ്മയർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്റ്റോറി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. സോ അതിനുശേഷം എന്തുവാണ് സംഭവിച്ചത് നമുക്ക് കാണാം. കാരണം ആ ഫസ്റ്റ് പാർട്ടിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഓതർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ, വാണ്ട കുറെ ദിവസങ്ങളായിട്ട് എവിടെ വന്നിട്ടില്ല, സ്കൂളിൽ താൻ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് താൻ സ്കൂളിൽ വരാഞ്ഞത്? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് പാർട്ട് 1 നമ്മൾ നിർത്തിയിരിക്കുന്നത്. സോ ഈ പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് വാണ്ടയ്ക്ക് എന്തു പറ്റി, അവിടെ അപ്രിസിയേഷൻ നേടാൻ വേണ്ടി വാണ്ട ഇല്ലായിരുന്നു. സോ തന്നെ കളിയാക്കിയവരുടെ മുമ്പിലെല്ലാം തന്റെ ടാലന്റ് കൊണ്ട് താനൊരു അഭിമാനമായി താൻ അവിടെ നിലനിൽക്കുകയാണ്. ഫുൾ ക്ലാസ്സിനെ, അവരുടെ ഫുൾ സ്കൂളിന്റെ മുമ്പിൽ ഒന്ന് അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്റെ ടാലന്റ് കാരണം ആ ഒരു രീതിയിലൊക്കെ വാണ്ടയുടെ പോസിറ്റീവ് സൈഡ്സ്, ആരും അറിയാത്ത കുറെ പോസിറ്റീവ് സൈഡ്സ് ആൾക്കാർ മനസ്സിലാക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളോട് നിർത്തിയത്. സോ ഈ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വാണ്ടയ്ക്ക് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് താൻ ഇത്രയും ദിവസമായിട്ട് വരാഞ്ഞത്, തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ, അതോ എന്തുകൊണ്ടാണ് താൻ വരാഞ്ഞത്, അങ്ങനെയുള്ള കുറെ രസകരമായ കാര്യങ്ങളാണ് ഈ പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. So, let's begin. While the class was circling the room, the monitor from the principal's office brought Miss Mason a note. അപ്പോൾ ഈ ക്ലാസ് ടീച്ചർ എല്ലാവരും കൂടി നിന്നുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ പിക്ചറും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എളുപ്പം പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് അവിടുത്തെ മോണിറ്റർ കടന്നു വന്ന് എൻ്റെ ക്ലാസ് ടീച്ചറായ മിസ് മേസന്റെ കയ്യിൽ ഒരു പർട്ടിക്കുലർ ലെറ്റർ എന്ത് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. Miss Mason read it several times and studied it thoroughly for a while and then she clapped her hands. So Miss Mason ഈ ലെറ്റർ കിട്ടി, താന് ലെറ്റർ നോക്കിയെങ്കിലും താന് പിന്നെയും ആ ലെറ്റർ റീറീഡ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഓതർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന ആ ലെറ്റർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മിസ് മെയ്സൺ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഗൗരവം എന്താന്നൊക്കെയാണ് അത് റീറീഡ് ചെയ്യുക, അത് സ്റ്റഡി ചെയ്തെന്നൊക്കെ പറയുന്നത്. സോ മിസ് മെയ്സൺ ആ കിട്ടിയ ലെറ്റർ വളരെ ഗൗരവത്തോടെ താൻ സ്റ്റഡി ചെയ്ത് റീറീഡ് ചെയ്തു. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി താൻ എളുപ്പം എന്ത് ചെയ്ത് ക്ലാപ്പ് ചെയ്യാന്ന് വെച്ചാൽ കൈയടിക്കുക. താൻ എളുപ്പം കൈയടിച്ചു. അറ്റൻഷൻ ക്ലാസ്, എവരിവൺ ബാക്ക് ടു യുവർ സീറ്റ്സ്. അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി മൂഡിൽ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് മിസ് മെയ്സൺ എളുപ്പം ലെറ്റർ വായിച്ചു, ഇപ്പൊ ക്ലാപ്പ് ചെയ്തിട്ട് എല്ലാവരും ബാക്ക് ടു ദ സീറ്റ്സ്. വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, എല്ലാവരും തന്റെ സീറ്റ്സിലേക്ക് പോയി എന്ത് ചെയ്യുക, ഇരിക്കുക. Everybody back to their seats. When the shuffle of feet had stopped and the room was still and quiet, Miss Mason said, I have a letter from Wanda's father that I want to read to you. സോ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഇത്ര നേരം കൂളായിട്ടിരുന്ന ടീച്ചർ എളുപ്പം വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. സോ അവർ എളുപ്പം ഓടിച്ചെന്ന് എന്തെടുക്കുകയാണ്, താൻ ചെന്ന് ആ സീറ്റ്സിൽ അവർ പോയി ഇരുന്ന് എല്ലാവരും സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം മിസ് മെയ്സൺ പറയുകയാണ്, എനിക്കൊരു ലെറ്റർ ഉണ്ട്, അത് മറ്റാരുടെയും എന്നല്ല, വാൻഡയുടെ ഫാദർ പ്രിൻസിപ്പളിന്റെ എഴുതി കൊടുത്ത ലെറ്റർ ആണ്, അത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. Miss Mason stood there a moment and silence in the room grew tense and expectant. The teacher adjusted her glass slowly and deliberately. Her manner indicated that what was coming. This letter from Wanda's father was a matter of great importance. Everybody listened closely as Miss Mason read the brief note. അപ്പൊ സോ താൻ ഇത് വായിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ തന്റെ ജസ്റ്റർ, അത് തന്നെ പതുക്കെ സ്പെക്സ് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു വല്ലാത്തൊരു ഓക്വേർഡ് സൈലന്റ് ക്ലാസ് മൊത്തം. സോ ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി, സോ ഇതൊരു ഓർഡിനറി ലെറ്റർ അല്ല വാൻഡയുടെ ഫാദർ എഴുതിയിരിക്കുന്നത്, അതിൽ ഗൗരവമായ എന്തോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ ടീച്ചർ ഒരു വളരെ വേദനയോടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രീവിയൻസോടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ലെറ്റർ എടുത്ത് വായിക്കുന്നത്. സോ അത് വളരെ വലിയ ലെങ്തി പാരഗ്രാഫ് ഒന്നുമല്ല, വളരെ
വളരെ ബ്രീഫും വളരെ ഷോർട്ട് ആയിട്ടുള്ള ലെറ്റർ ആണ്. ഡിയർ ടീച്ചർ, my Wanda will not come to your school anymore. Jake also. Now we move away to big city. No more horror plot, no more asking why funny names. Plenty of funny names in the big city. Your trustly Jane Perkins. ഇപ്പൊ സോ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കാരണം താൻ പറയുകയാണ്, ഇനി എന്റെ കുട്ടിയും അവളുടെ അനിയനും ഇനി ആ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് വരത്തില്ല. കാരണം താങ്കളുടെ ബിഗ് സിറ്റിയിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. സോ ഇവിടെ വരാതെ എല്ലാവരും അവരെ കളിയാക്കുക, ഫണ്ണി നെയിമാന്ന് പറഞ്ഞുകൊണ്ട്. പെട്രോസ്കി അല്ലെങ്കിൽ വാൻഡ എന്നൊക്കെ പറയാൻ നേരത്ത് എല്ലാവർക്കും വളരെ ഫണ്ണി നെയിമായിട്ട് തോന്നുകയാണ്. സോ ഞാനൊരു ബിഗ് സിറ്റിയിലേക്ക് മാറിപ്പോയാണ്. കാരണം ബിഗ് സിറ്റി അതിനകത്ത് ഗുണമെന്ന് പറയുന്നത്, ബിഗ് സിറ്റി എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ, ഇപ്പൊ തന്നെ ഒത്തിരി ഫണ്ണി നെയിമുള്ള ആൾക്കാരുണ്ട്. അവിടെ ആരും എന്റെ കുട്ടികളെ ജഡ്ജ് ചെയ്യത്തില്ല, ആരും കളിയാക്കത്തില്ല. സോ എന്റെ കുട്ടി നിങ്ങളുടെ സ്കൂളിൽ വരുന്ന പഠിത്തം നിർത്തുകയാണ്, ഞാൻ ആ വേറൊരു സിറ്റിയിലേക്ക് മാറിപ്പോകുകയെന്നാണ് അവിടെ പറയുന്നത്. ഡീപ് സൈലൻസ് met the reading of this letter. Miss Mason took off her glasses, blew on them, and wiped them on her soft white handkerchief. Then she put a thumb on again and looked at the class, which spoke on voice was very low, and sure that none of my boys and girls in room 13 would purposely and deliberately hurt anyone's feeling because his or her name happened to be a long, unfamiliar one. I prefer to think that what was said in thoughtlessness. I thought I know that all of you feel the way I do, that this is a very unfortunate thing to have happened. Unfortunate and sad both, and I want you all to think about it. സോ മിസ് മേസൺ ഈ ലെറ്റർ വായിച്ചതിന് ശേഷം തന്റെ കുട്ടികളോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും കരുതുന്നില്ല എൻ്റെ ഈ ക്ലാസ്സിലെ എൻ്റെ സ്റ്റുഡൻസ് ഒരു പേര് ഫണ്ണി ആണെന്നും കരുതി, അല്ലെങ്കിൽ ഒരു പേര് ഇച്ചിരി ലെങ്തി ആണെന്നും കരുതി, പെട്രോസ്കി ആകട്ടെ വാൻഡ ആകട്ടെ, ഒരു പേര് ഇച്ചിരി ഡിഫറെന്റ് നെയിം ആണെന്ന് കരുതി എൻ്റെ കുട്ടികൾ ആരെയും കളിയാക്കും എന്ന് എനിക്ക് തോന്നുന്നു, ആരെയും ഫീലിങ്സ് ഹേർട്ട് ചെയ്യും എന്ന് കരുതി കളിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും നടന്നിട്ടുള്ളെങ്കിൽ തന്നെ അതൊരു തോട്ട്ലെസ്നെസ്, അതായത് ഒന്നും ചിന്തിക്കാതെ ഒരു നിഷ്കളങ്കമായി ഒരു പക്ഷേ നിങ്ങൾ കളിയാക്കിയതായിരിക്കാം. ആ കുട്ടീനെ വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പഠിത്തം നിർത്തണമോ എന്നൊന്നും കരുതി ഒരു ഡെലിബറേറ്റ്ലി വേണമെന്ന് കരുതി ചെയ്തതായിരിക്കത്തില്ല. പക്ഷേ നിങ്ങളെ ഇന്റൻഷൻ എന്ത് തന്നെ ആയാലും നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്നാണ് ആ ക്ലാസ് ടീച്ചർ സ്റ്റുഡൻസിനോട് പറയുന്നത്. The first period was a study period. Maddie tried to prepare her lessons, but she could not put her mind on her work. She had a very sick feeling in the bottom of her stomach. True, she had not enjoyed listening to Peggy as wonder how many dresses she had in her closet. Closets എന്ന് പറയുന്നത് എന്തോ നമ്മുടെ അലമാരി, ഡ്രസ്സ് സ്റ്റോർ വെക്കുന്ന സ്ഥലം. But she had said nothing. She had stood by silently, and that was just as bad as what Peggy has done. Worse, she was a coward. At least Peggy hadn't considered they were being mean, but she, Maddie, had thought they were doing wrong, and she could put herself in Wanda's shoe. അപ്പൊ സോ ടീച്ചർ പറയുന്ന കാര്യം, ഓക്കെ നിങ്ങൾ ഇതിന്റെ കാര്യം ചിന്തിക്കുക, ആലോചിക്കുക എന്നൊക്കെ തന്നെ പറയുകയാണ്. പക്ഷെ ഇത് കഴിയാൻ നേരത്ത് എല്ലാവരും ബാക്കി കാര്യങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്യാൻ നേരത്ത് ഒരു വ്യക്തിക്ക് മാത്രം എന്താ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ആരാ? നമ്മുടെ മാഡിക്ക്. താൻ വളരെ ആത്മാർത്ഥമായി പഠിക്കാൻ നോക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ തനിക്കിരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ താനിങ്ങനെ ചിന്തിക്കാൻ നേരത്തെ താൻ പറയുകയാണ്, ഓക്കെ പ്രശ്നമെന്ന് പറഞ്ഞ വേറൊന്നുമല്ല, പെഗി ഒരുപക്ഷെ അവളുടെ കോൺഷ്യസ്നെസ് ക്ലിയർ ആയിരിക്കാം, പക്ഷെ എനിക്കറിയാമായിരുന്നു ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന്. കാരണം എനിക്ക് ആ ഒരു വാൻഡയുടെ റിയൽ ആ ഒരു അനുഭവം എനിക്കറിയാം. കാരണം ഷി വാസ് ഓൾസോ ഫ്രം എ പുവർ ഫാമിലി.
അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറയുന്നൊക്കെ എന്തായിരുന്നു നമ്മുടെ മാഡി യൂസ് ചെയ്തിരുന്ന പെഗ്ഗി യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസ് ആയിരുന്നു മാഗി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഷീ ന്യൂ ഹൗ വണ്ട ഫെൽറ്റ് അബൌട്ട് വെൻ ദേ വർ ടീസിങ് ഹെർ. ബട്ട് സ്റ്റിൽ സംഭവം എന്തോ പുള്ളിക്കാരി കൂട്ടത്തിൽ കളിയാക്കിയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ സൈലന്റ് ആയിട്ട് എല്ലാവരും കളിയാക്കിയപ്പോൾ താൻ കൂട്ടത്തിൽ നിന്നു. ഒരു ശബ്ദം പോലും പറഞ്ഞില്ല, ഒരു ശബ്ദം പോലും പ്രതികരിച്ചില്ല, ഒരു കാര്യം പോലും പറയാതെ നിശബ്ദമായി ആ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നു. നമ്മുടെ ലൈഫിലും ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യണമെന്നില്ല, ഒരാളെ കളിയാക്കണമെന്നില്ല, വേദനിപ്പിക്കണമെന്നില്ല, ബുള്ളി ചെയ്യണമെന്നില്ല, ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മുടെ സൈലൻസ് ചില സമയത്ത് നമ്മുടെ കൺസെന്റ് ആണ്. നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചില്ല എങ്കിൽ ആ സൈലൻസ് ആ നടക്കുന്ന ഇൻജസ്റ്റിസിനുള്ള നമ്മുടെ സൈലന്റ് എന്ന് പറയുന്ന നമ്മുടെ കൺസേൺ ആണ്. ആ കൺസെന്റ് നമ്മൾ ആ ഇൻജസ്റ്റിസിന്റെ ഭാഗമാക്കി തീർക്കും. സോ ഇവിടെ നമ്മുടെ മാഡി ചാൻ ചിന്തിക്കുമ്പോൾ തനിക്ക് മനസ്സിലായ കാര്യമാണ്, തന്റെ സൈലൻസ് തനിക്ക് ഒരുപക്ഷെ വാണ്ടയ്ക്ക് വേണ്ടി സംസാരിക്കാമായിരുന്നു, വാണ്ടയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ അവസ്ഥകൾ തനിക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ തന്റെ സൈലൻസ് ഒരു കൺസെന്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് എല്ലാവരും കളിയാക്കിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ സൈലന്റ് ആയിട്ട് നിന്നു. ആ സൈലന്റ് ആണ് തനിക്ക് ഇപ്പോൾ താൻ വാണ്ടയോട് കാണിച്ച ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആണെന്ന് തനിക്ക് എന്ത് ചെയ്തു തോന്നുന്നത്. ഗുഡ്നസ്, wasn't there anything she could do? If only she could tell Wanda she had meant to hurt her feeling. She turned around and stole a glance at Peggy. Glance എന്ന് വെച്ചാൽ ജസ്റ്റ് അവൾ നോക്കുക. Glance at Peggy. But Peggy did not look up. She seems to be studying hard. Well, whether Peggy felt badly or not, Maddie, had to do something. She had to find Wanda Petrovsky. Maybe she had not yet moved away. Maybe Peggy would climb the heights with her and they would tell Wanda she had won the contest. That they thought she was smart and the 100 dresses were beautiful. അപ്പോൾ താൻ മാഡി ഇതിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കുന്നെങ്കിലും താൻ പതുക്കെ നോക്കിയപ്പോൾ അവരുടെ പെഗ്ഗി അവിടെ ഇരുന്നവർ പഠിക്കുന്നത് കണ്ടു. താൻ പെഗ്ഗിനെ ജസ്റ്റ് ഒന്ന് ഗ്ലൻസ് ചെയ്തെങ്കിലും പെഗ്ഗി എന്തൊക്കെയാണ് കുനിന്ന് വളരെ സീരിയസ് ആയിട്ട് താൻ എഴുതി അങ്ങ് പഠിക്കുകയാണ്. അപ്പോൾ മാഡി പറയുകയാണ്, ഓക്കെ പെഗ്ഗിക്ക് താൻ ചെയ്ത തെറ്റെന്ന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷേ ഓക്കെ ഞാൻ എന്നാ പതുക്കെ പോയി വാണ്ടേനെ പോയി കാണാം, അവള് സ്കൂൾ വിട്ട് പോകുന്ന തീരുമാനമൊക്കെ എടുത്തെങ്കിലും പോയി കണ്ടിട്ട് അവൾ ഈ കോമ്പറ്റീഷൻ ജയിച്ചു എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യാം ഞാൻ ചെന്ന് പറയാം. ഒരുപക്ഷെ പെഗ്ഗിയും എന്റെ കൂട്ടത്തിൽ അത്രയും ദൂരം പോകാൻ വേണ്ടി വരുമായിരിക്കാം. അവിടെ ചെന്ന് ഇവള് കോണ്ടക്സ്റ്റ് ജയിച്ചു എന്നൊക്കെ തങ്ങവരി എന്ന് പറയുന്ന ഒരുപക്ഷെ വാണ്ടയുടെ മനസ്സ് മാറുമെന്ന് അവര് കരുതി. When school was dismissed in the afternoon, Peggy said with pretended casualness, "Hey, let's go and see if the kid has left the town or not." അപ്പോൾ മാഡി നോക്കിയപ്പോൾ പെഗ്ഗിന് വളരെ സീരിയസ് ആയിരുന്നു പഠിക്കുന്ന, ഒരു കുഴപ്പമില്ലെന്നാണ് മാഡിക്ക് തോന്നിയത്. പക്ഷെ ക്ലാസ് ഡിസ്മിസ് ചെയ്തതിനു ശേഷം, ഡിസ്മിസ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ ആ ഫുൾ ഡേയിലെ ക്ലാസ്സും അവറും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാഡി ഒന്നും പറഞ്ഞു അതിനേക്കാൾ മുമ്പേ തന്നെ പെഗ്ഗി പറയുകയാണ്, വളരെ കാഷ്വൽ ആയിട്ട് പറയാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കുട്ടിയില്ലേ കിഡ്, നമുക്ക് ആ കിഡിന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം, അവള് വീട്ടിൽ പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുകയാണ്. So Peggy had the same idea. Maddie glowed. Peggy was really all right. അപ്പോൾ മാഡി മനസ്സിൽ പറയുകയാണ്, ഓക്കെ നമ്മുടെ പെഗ്ഗിക്കും സെയിം ഇഷ്യൂസിലും സെയിം ചിന്തയാണ് അവളും കടന്നുപോയത്. ഷീ സീംസ് ഓക്കെ, ബട്ട് അവൾക്ക് അവൾ ചെയ്ത തെറ്റുകൾക്ക് മനസ്സിലായി, ആ ബുദ്ധിമുട്ട് അവൾക്ക് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. The two girls hurried out of the building, up the street towards Bogan Heights and the part of town that wore such a forbidding air on the kind of the November afternoon. Gradually damp and dismayed. "Well, at least," said Peggy gruffly, "I never did call her a foreigner or make fun of her name. I never thought she had the sense to know we were making fun of her anyway."
I thought she was too dumb and geek, and look how she can draw. Maddie could say nothing. All she hoped was that they would find Wanda. She wanted to tell her that they were sorry they had picked on her, and how wonderful the whole school thought she was, and please not to move away and everybody would be nice. She and Peggy would fight anybody who was not nice. The two girls hurried on and hoped to get on the top of the hill before dark. സോ ഇവർ ഈ യാത്രയുടെ മധ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെഗ്ഗി പറയുകയാണ് താൻ ചെയ്ത വർക്കിനെയൊക്കെ അവൾ എന്ത് ജസ്റ്റിഫൈ ചെയ്യാണ്. പക്ഷെ മാഡി പറയുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയണം, നീ കോണ്ടക്സ്റ്റ് ജയിച്ച കാര്യം പറയണം, അത് മാത്രമല്ല നീ ആ സ്കൂളിലേക്ക് മടങ്ങി വരണം, ഇനി ആരും നിന്നെ എന്ത് ചെയ്യത്തില്ല, കളിയാക്കത്തില്ല, ആരെങ്കിലും നിന്നെ കളിയാക്കിയാൽ തന്നെ ഞാനും ഉണ്ട് പെഗ്ഗിയും ഉണ്ട്, അവരെ ശരിപ്പെടുന്ന കാര്യം ഞങ്ങളേറ്റ്, നീ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, ഞങ്ങളും നിന്നെ കളിയാക്കത്തില്ല, എല്ലാവരും നിന്നോട് നൈസായിട്ട് പെരുമാറത്തുള്ളെന്ന് പറയുകയാണ്. അത് മാത്രമല്ല ഈ രണ്ട് പെൺകുട്ടികളിൽ കാരണം ഒരു ഹില്ലിന്റെ ടോപ്പിലാണ് വാണ്ട താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. സോ അവിടെ വരെ രാത്രി ആകുന്നതിന് മുമ്പ് അവർക്ക് എത്തിയിട്ട് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അതിനുവേണ്ടി അവർ വളരെ റഷ് ചെയ്ത് അവർ പോവുകയാണ്. I think that's where the Petrovskis live, said Maddie, pointing to a little white house. Wisp of old grass struck up there and there along the pathway like thin kittens. The house and the spaced little yard looked shabby but clean. It remembered Maddie of Wanda's one dress, her faded blue cotton dress, shabby but clean. There was not a sign of life about the house. Peggy knocked firmly on the door, but there was no answer. She and Maddie went round the backyard and knocked there. Still, there was no answer. There was no doubt about it. The Petrovskis were gone. How could they even make amends? They turned slowly and made their way back down the hill. Well, anyway, said Peggy, she's gone now. So, what can we do besides what I was asking her about all her dresses? She probably was getting good idea for her drawing. She might not even have worn the context otherwise. Maddie turned this idea carefully over in her head, for if there were anything in it, she would not have to feel so bad. But that night, she could not go to sleep. She thought about Wanda and her faded blue dress and the little house she had lived in. And she thought of the glowing pictures of 1,000 dresses made, all lined up in the classroom. At last, Maddie sat up in the bed and pressed her forehead tight in her hand and really thought this was the hardest thinking she has ever done. After a long time, she reached an important conclusion. She was never going to stand by and say nothing again. അപ്പോൾ അവര് പതുക്കെ ചെന്ന് തന്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ പുറത്തെ ഒരു പക്ഷെ അവിടെ ആക്കി പെട്രോസ്കി താമസിക്കുന്നത് അവിടെ ആയിരിക്കും എന്ന് കരുതി അവരെ വീട്ടിലേക്ക് ചെല്ലുക. വീടെന്ന് പറയുന്നത് വളരെ ഷാഗിയാണ്. ഷാഗി എന്ന് പറയുന്നത് എന്തുവാ, അത്രയും ബ്രൈറ്റും വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ എന്താ വളരെ ക്ലീൻ ആണ്. ഇത് കണ്ടപ്പോൾ അവർ കരുതി ഓക്കെ അത് വാണ്ടയുടെ ഡ്രസ്സും അതുപോലെയാണ്, എന്തുവാ അത് പെയിലാണ് ഓൾഡ് ആണെങ്കിലും വളരെ ക്ലീൻ ആയിരുന്നു തന്റെ ഡ്രസ്സ്. അതേപോലെയാണ് തന്റെ വീടെന്ന് പറയുന്നത്. അതായത് ഒത്തിരി വലിയ വീടൊന്നും അല്ല, വളരെ ചെറിയ ഒത്തിരി ഭംഗിയുള്ള പെയിന്റ് അടിച്ച് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വീടൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എല്ലാ സറൗണ്ടിങ്സും എന്താ വളരെ ക്ലീൻ ആയിട്ടും ടൈഡി ആയിട്ടുമാണ് അവർ എന്ത് ചെയ്തത് ഇട്ടിരുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉള്ളതിൽ അർത്ഥമില്ല, മറിച്ചോ ആ ഉള്ള ഇച്ചിരി കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. വാണ്ടയ്ക്ക് ഒരു ഡ്രസ്സേ ഉള്ളൂ. ആ ഒറ്റ ഡ്രസ്സേ ഉണ്ടെങ്കിലും അവിടെ വളരെ ക്ലീൻ ആയിട്ട് തേച്ച് ആ ഒരു ഡ്രസ്സ് നല്ല വൃത്തിയായിട്ടാണ് താൻ എന്ത് ചെയ്യുന്നുണ്ട് ഇട്ട് നടന്നുകൊണ്ട് ഇരുന്നത്. അതേപോലെയാണ് തന്റെ വീട്
ദേ ആർ പൂവർ. ആ ഫാമിലി മൊത്തം വളരെ പൂർ ആയിട്ടുള്ള ഫാമിലിയാണ്. പൂർ ആണെങ്കിലും ദിസ് മീൻ ദാറ്റ് അവർ കൾച്ചർ ഇല്ലാത്തവരാന്ന് വിചാരിക്കുന്നില്ല, അവർ വൃത്തിയില്ലാത്തവരാന്ന് അർത്ഥം വരുന്നില്ല, അവര് എല്ലാം വളരെ മെസ്സി ആയിട്ട് ഇടുന്ന ആൾക്കാരാണെന്ന് അതിനർത്ഥം വരുന്നില്ല. അവര് വെറും ഇത് ഫിനാൻഷ്യലി മാത്രമാണ് പൂർ. കൾച്ചറലി, തിങ്കിങ് ലെവൽ, എല്ലാ രീതിയിലും അവർ ഒത്തിരി എന്തായിരുന്നു, റിച്ച് ആയിരുന്നു. ഈവൻ ഇൻ ദ കേസ് ഓഫ് ടാലന്റ് ഷീ വാസ് വെരി റിച്ച്. പക്ഷെ ആൾക്കാർക്ക് ആ റിച്ച്നെസ് കാണാനായിട്ട് പറ്റിയില്ല. അവൾക്ക് ഫിനാൻഷ്യലി പൂറാണെങ്കിലും അവളുടെ ഡ്രസ്സും അവരുടെ ഭവനെല്ലാം വളരെ ക്ലീനും വളരെ ടൈഡി ആയിട്ടാണ് വാൻഡയും തന്റെ പേരൻസും അവിടെ കാര്യങ്ങൾ മൊത്തം ഇട്ടിരുന്നത്. അവിടെ ചെന്ന് അവർ പലവട്ടം കൊട്ടിയൊക്കെ നോക്കിയെങ്കിലും അവർക്ക് മനസ്സിലായി ഓക്കെ ശരി, കാരണം അവിടെ എന്തില്ല, അവിടെ ആരും താമസിക്കുന്നില്ല, അവരവിടെ വിട്ടുപോയെന്ന് മനസ്സിലായി. അപ്പോഴും പെഗ്ഗി പറയുന്നൊരു കാര്യം, ഇടി നമ്മൾ കളിയാക്കിയെങ്കിലും ഒരുപക്ഷെ നമ്മൾ കളിയാക്കൽ കൊണ്ടായിരിക്കാം അവളെ 100 ഡ്രസ്സസ് വരയ്ക്കാനുള്ള മോട്ടിവേഷൻ കിട്ടിയത്. സോ അവളൊരു പോസിറ്റീവ് രീതിയിലാണ് ഇത് പറയുന്നത്. പക്ഷെ മാഡിയുടെ മനസ്സിൽ അത് അത്രയും പോസിറ്റീവായിട്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോ അത് വളരെ ആഴത്തിൽ തന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. താൻ അത് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, തന്റെ ഫോർഹെഡ് തന്റെ കയ്യിൽ വെച്ച് ആ കമന്ന് കിടന്ന് എന്നിട്ടും തനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷെ അവിടെ താൻ ഒരു തീരുമാനം എടുക്കുകയാണ്. താൻ പറയുകയാണ്, ഐ വാസ് നെവർ ഗോയിങ് ടു സ്റ്റാൻഡ് ബൈ ആൻഡ് സേ നത്തിങ് അഗെയിൻ. ഇഫ് she ever heard anybody picking on someone because they were funny looking or because they had strange name, they had speak up, even if it means losing Peggy's friendship. താൻ പറയാണ്, ഇനി മേലിൽ ഒരു കുട്ടീനെ കളിയാക്കുന്നത് കണ്ടാൽ, വേദനിപ്പിക്കുന്നത് കണ്ടാൽ, തന്റെ പേര് ഫണ്ണിയാണ് അല്ലെങ്കിൽ ഡ്രസ്സ് മോശമാണ് എന്ന് കരുതി ആരെങ്കിലും കളിയാക്കുന്നത് കണ്ടാൽ ഇനി താൻ എന്ത് ചെയ്യും? പ്രതികരിക്കും. ഇത്രയും നാള് പെഗ്ഗിയുടെ ഫ്രണ്ട്ഷിപ്പ് പോകും എന്ന് കരുതി സൈലന്റ് ആയിട്ട് നിന്നെങ്കിലും ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യും? പ്രതികരിക്കും. അതിനി ആരാണെങ്കിലും, ഇനി പെഗ്ഗി എന്നോട് മിണ്ടാതിരുന്നാൽ പോലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ പ്രതികരിക്കും എന്ന് തന്നെയാണ് മാഡി അവിടെ തീരുമാനം എടുക്കുന്നത്. So dear students, we are going to wind up our section up here. So go through the lessons and read the lesson thoroughly and hear the class once or twice. And if you have any doubt, we will be clearing it in our live section. So thank you students. Have a nice day.